ദേശാഭിമാനിക്കെതിരെ CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ജയരാജന്റെ മകൻ ജെയിൻ രാജ് നൽകിയ മാനനഷ്ട കേസ് ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു. മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുകളുമായി KG ശ്രീജിത്ത് ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസ് എന്തൊക്കെ വിമർശനങ്ങളാണ് ദേശാഭിമാനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? KP സുരേഷ്, CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസും P ജയരാജനും തമ്മിലുള്ള വിവാദം കുറച്ച് നാളുകളായി തന്നെ തുടരുന്നു. നിലവിൽ മനു തോമസിനെതിരെ അതിന്റെ തുടർച്ചയായാണ് നിലവിൽ മനു തോമസ് ദേശാഭിമാനിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. P ജയരാജന്റെ മകൻ ജെയിൻ രാജ് സ്വർണ്ണക്കടത്ത് മാഫിയുമായി ബന്ധമുണ്ടെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു. ഇതിനെതിരെ ജെയിൻ മാനനഷ്ട കേസ് നൽകി. ഈ വാർത്ത ഇന്നലെ ദേശാഭിമാനി നൽകിയിരുന്നു. ഇതിനെതിരെയാണ് രൂക്ഷമായ വിമർശനവുമായി ജെയിൻ രാജ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം വിമർശനം ജെയിൻ രാജ് ഉന്നയിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യധാര പത്രമായ ദേശാഭിമാനി എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഒരു കൊട്ടേഷൻ സംഘം കൊടുത്ത മാനനഷ്ട കേസ് വാർത്തയായി കൊടുത്തു എന്നതിൽ ആശ്ചര്യമില്ലെന്നും ഈ മനു തോമസ് പറയുന്നു. എന്തായാലും P ജയരാജന്റെ മകനെ കൊട്ടേഷൻ സംഘമായി തന്നെയാണ് മനു തോമസ് ഇപ്പോഴും ചിത്രീകരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ മനു തോമസ് ആ നിലപാടാണ് സ്വീകരിച്ചു വന്നത്. P ജയരാജന്റെ മകന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജെയിൻ രാജ് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി വീണ്ടും ആ തരത്തിൽ തന്നെ ആദ്യം എന്താണോ നിലപാട് സ്വീകരിച്ചത് അതിൽ തന്നെയാണ് നിലവിലും ജെയിൻ രാജ് ഉറച്ചു നിൽക്കുന്നത്. ഈ വാർത്ത, മാനനഷ്ട കേസ് നൽകിയ വാർത്ത ദേശാഭിമാനി കൊടുത്തതിനെയും രൂക്ഷമായി തന്നെ മനു തോമസ് വിമർശിക്കുന്നു. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.